എല്ലാവർക്കും റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ അർഹത ഇല്ലാത്തവരും പെൻഷൻ വാങ്ങുന്നതായുള്ള പരാതിയെ തുടർന്ന് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ അർഹതാ മാനദണ്ഡം കർശനമായി പാലിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. അതിനെ തുടർന്ന് പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളെത്തിയുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കിട്ടിയ അറിയിപ്പ്. അർഹതയുള്ളവർക്ക് മാത്രം പെൻഷൻ നൽകിയാൽ മതി എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതിനായി സർക്കാർ പല മാനദണ്ഡങ്ങളും നിർബന്ധമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ധാരാളം പേർ പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താവും. ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് കൈകളിൽ പെൻഷൻ തുക വാങ്ങിക്കുന്നവരും അതുപോലെ ബാങ്ക് അക്കൗണ്ടിലൂടെ പെൻഷൻ തുക വാങ്ങിക്കുന്നവരുമായി 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണുള്ളത്. നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശിക പെൻഷനിലെ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നവംബർ അവസാന വാരം തനത് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണവും ആരംഭിക്കാനിരിക്കുകയാണ്. ഓരോ മാസവും പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി 900 കോടി രൂപ ആവശ്യമുള്ളതിനാലും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ പെൻഷൻ ഗുണഭോക്താക്കൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാലും ഏറ്റവും അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന ആരംഭിക്കുകയാണ്. അനർഹരായ ധാരാളം പേർ പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്നുള്ള ധാരാളം പരാതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരം ഒരു നടപടിക്കൊരുങ്ങുന്നത്. പരാതിയുള്ള വീടുകളിൽ ആദ്യഘട്ടവും പിന്നീട് ഓരോ ഘട്ടങ്ങളിലായി സർക്കാർ അറിയിപ്പനുസരിച്ച് പരിശോധന നടത്തുന്നതാണ്. ഇതിൽ പ്രധാനമായും ഗുണഭോക്താവിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലുള്ള പരിശോധനയാണ്. ഗുണഭോക്താവ് താമസിക്കുന്നത് 2000 അതിൽ കൂടുതലോ വിസ്തീർണമുള്ള വീടുകളിലോ അതല്ലെങ്കിൽ AC ഉള്ള വീടുകളിലോ അതുപോലെ സ്വകാര്യ വാഹനം ഉപയോഗിക്കുന്ന വീടുകളിൽ, അതായത് 4 ചക്ര വാഹനം ഉപയോഗിക്കുന്ന വീടുകളോ ആണെങ്കിൽ അവരെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നതാണ്. കൂടാതെ പുതുതായി 60 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷകരുടെ വീടുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥരെത്തി ഈ ഭൗതിക സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള പുതിയ ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് പുതിയ പെൻഷൻ ലിസ്റ്റ് പുറത്തിറക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.